അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഇന്നതുകൊണ്ട് 13ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അവർ സാധിച്ചു തരാമെന്ന് റിട്ടേണായിട്ട് എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സമരം നിർത്തുകയല്ല, 3 മാസം കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് പ്രകാരം 13 ദിവസം കഴിയുമ്പോൾ നമ്മൾ താൽക്കാലികമായി നിർത്തുകയാണ്. 3 മാസം ഞങ്ങൾ എണ്ണി കാത്തിരിക്കും. കൃത്യമായി 3 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെ നിരാഹാര സമരം വരെ അനുഷ്ഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമസ്കാരം. അംഗനവാടി ജീവനക്കാരുടെ സമരം ഇന്ന് 13ാം ദിവസം പിന്നിടുകയാണ്. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരം നടത്തിയിരുന്നത്. എന്തായാലും സർക്കാർ ഇതിന് അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ നിങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത്? നമ്മൾ പ്രധാനപ്പെട്ട 10 ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഇന്നതുകൊണ്ട് 13ാമത്തെ ദിവസം സമരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ച മിക്ക ആവശ്യങ്ങളും തന്നെ ഒരു 3 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അവർ സാധിച്ചു തരാമെന്ന് റിട്ടേണായിട്ട് എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലത്തെ കാര്യങ്ങളാണ്. ESI നടപ്പിലാക്കണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മളെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേതന പരിഷ്കരണം 3 മാസത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാസ് ഫോണിൻ്റെ ഉപയോഗം അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഫോണ് നൽകാമെന്ന് അവർ റെക്കോർഡ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യപ്പെട്ടത് ഞങ്ങളെ ഗവൺമെൻറ് ജീവനക്കാരായി അംഗീകരിക്കണമെന്നായിരുന്നു. അത് ഒരു 3 മാസത്തെ ഒരു കമ്മിറ്റി എടുത്തതിന് ശേഷം അതിന് പഠിച്ചിട്ട് തരാമെന്നാണ്. പിന്നെ ഞങ്ങളുടെ ഓണറേറിയത്തിൽ നിന്നാണ് ഞങ്ങൾ പച്ചക്കറി, ഗ്യാസ്, മുട്ടയുടെ കറണ്ട് ബില്ല്, വൈഫൈ അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓണറേറിയം കിട്ടുന്ന പൈസയിൽ നിന്നായിരുന്നു. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പോലും തുകയില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു തവണയായിട്ട് ഞങ്ങൾക്ക് ശമ്പളം അനുവദിച്ചു തരുമെന്നും ഈ നമ്മൾ അടയ്ക്കുന്ന തുക ബില്ലുകളെല്ലാം നേരിട്ട് സൂപ്പർവൈസർമാർ അടയ്ക്കുന്ന രീതിയിലേക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മുടെ സമരം നിർത്തുകയല്ല, 3 മാസം കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് പ്രകാരം 13 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ താൽക്കാലികമായി നിർത്തുകയാണ്. 3 മാസം കഴിഞ്ഞ് ശക്തമായിട്ട് 3 മാസത്തെ അവധി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ നിരാഹാര സമരത്തിനാണ് ഞങ്ങളെല്ലാം ഒരുങ്ങി വന്നിരുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ഇന്ന് സമരം അവസാനിപ്പിച്ച് പോകുമ്പോൾ 3 മാസം ഞങ്ങൾ എണ്ണി കാത്തിരിക്കും. കൃത്യമായി 3 മാസത്തിന് ശേഷം ഞങ്ങൾക്ക് ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെ നിരാഹാര സമരം വരെ അനുഷ്ഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുന്ന കാര്യത്തിൽ 3 മാസം എടുക്കും, അത് കഴിഞ്ഞ് തീരുമാനം അറിയിക്കും. സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ് അവർ 3 മാസം പറഞ്ഞത്. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ സ്കീം വർക്കേഴ്സാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഒരു പദ്ധതി ആയതുകൊണ്ട് അതിൻ്റെയും കൂടി ആവശ്യപ്രകാരമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഓണറേറിയം നമുക്ക് വർദ്ധിപ്പിച്ച് തരും 3 മാസത്തിനുള്ളിൽ എന്ന് നിർബന്ധമായിട്ട് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. കാസ് ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. കാസ് ഫോണ് ഏപ്രിൽ മാസത്തിൽ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ ആൻഡ്രോയിഡ് ഫോണ് സാധാ നമുക്ക് തന്നിരുന്ന 10,000 രൂപയിൽ കൂടുതലുള്ളൊരു ഫോണെന്ന് പറഞ്ഞായിരുന്നു തന്നത്. കൊട്ടേഷനൊക്കെ വിളിച്ച് അതിൻ്റെ ടെൻഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഫോണ് വേറെ 4,000 രൂപ പോലും വിലയില്ലാത്തൊരു ഫോണായിരുന്നു. അത് ഇനി ഒരു ആൻഡ്രോയിഡ് ഫോണ് തന്നെ നൽകുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഈ കാസ് ഫോണിനെ കുറിച്ചെല്ലാം തന്നെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളോടൊപ്പം അന്ന് സംസാരിച്ചത് ഈ അംഗനവാടി ടീച്ചറായിരുന്നു. അന്ന് ഈ കാസ് ഫോണിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. അതിപ്പോൾ സർക്കാർ പരിഹാരം കാണുമെന്നാണ് പറയുന്നത്. ഏപ്രിൽ മാസം മുതൽ അത് എല്ലാം ശരിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മിക്ക ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 3 മാസത്തിനുള്ളിൽ ഈ ഓണറേറിയം ഉൾപ്പെടെയുള്ളവ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനം സർക്കാർ അറിയിക്കുമെന്നും പറയുന്നു. എന്തായാലും ഈ അംഗനവാടി ജീവനക്കാർ തൽക്കാലം ഇവിടെ സമരം നിർത്തി പോവുകയാണ്. ഇവരുടെ ആവശ്യങ്ങൾ ഇനി ഈ 3 മാസത്തിനുള്ളിൽ പരിഹരിച്ചിട്ടില്ല എങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ഇവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.